ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കാമോ? നന്നായി കേൾക്കാം അല്ലേ? ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഹുങ്കിന് അതിന്റെ കൊമ്പൊടിഞ്ഞു എന്ന ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാകുമോ? രണ്ട് പോയിന്റുകൾ. ആദ്യം തന്നെ മാധു ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും വലിയ പ്രമോദ്ജിയുടെ ഒരു ലെക്ചർ കേട്ടതിന് മാധുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്രയും ക്ഷമ മാധുവിനുള്ളത് വളരെ മാതൃകയാണ്. പലപ്പോഴും ഞാൻ അടക്കമുള്ള പുരുഷ മെയിൽ ഷോവനിസ്റ്റുകൾ പറയുമ്പോൾ ഇതിന്റെ 10-1 സമയം പോലും തരാറില്ല. അതിന്റെ കാരണം അങ്ങ് തന്നെ പറഞ്ഞു. മെയിൽ ഷോവനിസ്റ്റുകൾ പറയുന്നത് പോയിന്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. അത്രയും നേരം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നതല്ല. അങ്ങൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞ് 30 സെക്കൻഡ് എത്തുന്നതിന് മുമ്പ് മാധു ഇടപെടുകയും പ്രമോദ്ജിയുടെ ക്ലാസ് പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ കോളേജിലെ ഒരു ലെക്ചർ ഒക്കെയാണ് ഓർമ്മ വന്നത്. പോട്ടെ, ഇനി സീരിയസ് ആയ കാര്യം 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എനിക്ക് അങ്ങ് നിർത്തി എന്ന് തോന്നിയിടത്താണ് ഞാനത് പറഞ്ഞത്. ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് തന്നെ എന്തുകൊണ്ടാണ് അത് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് പ്രേക്ഷകർ കൂടി വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു എന്ന് തോന്നുന്നു. അങ്ങ് തുടർന്നോളൂ. അല്ല, രാഹുൽ ഈശ്വർ 20 സെക്കൻഡിനുള്ളിൽ നിർത്തുമെന്ന് മാധു കരുതി എന്ന് എനിക്ക് കരുതുന്നില്ല. എന്നാലും പോട്ടെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, ബോച്ചെ പറഞ്ഞത് പിൻവലിക്കണം, ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് തന്നെ ആദ്യം പറഞ്ഞ വ്യക്തികളിലൊന്നും ഞാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ലിബറലുകൾ ചെയ്യുന്നത് എന്താണ്? ബോച്ചെ ചെയ്തത് ശരിയല്ലാത്ത കാര്യം പോലെ തന്നെ ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ശരിയല്ലാത്ത നടപടികളോ നിലപാടുകളോ വന്നെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ബോച്ചയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന പോലെ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മുടെ മീഡിയക്കാർക്ക് ആകെ കൂടെ വിറളി പിടിച്ചൊരു മട്ടാണ്. 99% മാധ്യമങ്ങളും ഹണി റോസിനൊപ്പം നിന്നപ്പോ 99% സാധാരണ മലയാളികളും രാഹുൽ ഈശ്വർ പറഞ്ഞ പോയിന്റിനൊപ്പം നിൽക്കുന്നതും നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വരുന്ന കമന്റുകളും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാര്യം അവർ ബോച്ചെ പറയുന്നതിനെ അനുകൂലിച്ചിട്ടല്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ സഭ്യതയും മാന്യതയുമുള്ള വസ്ത്രം വേണമെന്ന കേരളീയ സംസ്കാരത്തിന്റെ പൊതുബോധമാണ്. ഇനി ഒരു കാര്യം കൂടെ അതിൽ സന്തോഷമുണ്ട്. ഇന്നലെ വരെ പലപ്പോഴും ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ വിഘടിച്ച് നിന്നിരുന്നവർ ഇന്ന് ഹണി റോസിനെതിരെ സമാനമായ നിലപാട് എടുത്ത് മുമ്പോട്ട് വരുന്നത് കാണുന്നത് നമ്മുടെ സാംസ്കാരിക തനിമയാണ്. ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. അവരൊരു പാൻ സൗത്ത് ഇന്ത്യൻ നടിയാണ്, വലിയ താരമാണ്. പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ ഒരു സ്പേസ് കേരളത്തിൽ ഇല്ലാതാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബോച്ചെ വേട്ടയാടപ്പെടണം, പക്ഷേ ഹണി റോസ് വിമർശിക്കപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനം ശരിയാണോ? ബോച്ചയുടെ പ്രയോഗം ശരിയായില്ല. കുന്തി പ്രയോഗം ആരെങ്കിലും ന്യായീകരിച്ചോ? വേറെ ഏതെങ്കിലും നടിയെ വെച്ചാണെന്ന് പറഞ്ഞോ? ഞാൻ അടക്കം പല വേദികളിലും പറഞ്ഞു, നല്ല രീതിയിലെ കോംപ്ലിമെന്റ് കൊടുക്കാവൂ, നെഗറ്റീവ് രീതി കൊടുക്കരുത്. ഇപ്പം നമ്മുടെ ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറ ആണ് എന്ന് പറഞ്ഞാൽ, മലൈക്ക അറോറയെക്കാട്ട് സുന്ദരിയാണ് ഹണി റോസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കുന്തി പോലുള്ള പ്രയോഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അത് മഹാഭാരതമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചതും കാര്യമില്ല. ഈ പോയിന്റ് പറഞ്ഞതിന് ശേഷം അമല പോൾ ആകട്ടെ, ഹണി റോസ് ആകട്ടെ, ബാക്കി അഭിനേത്രികളാകട്ടെ, അവരുടെ വസ്ത്രധാരത്തിൽ മിതത്വം വേണമെന്ന് പറഞ്ഞാൽ അത് പുരുഷവാദിയായി 5-ാം നൂറ്റാണ്ടായി 1-ാം നൂറ്റാണ്ടിലെ യാത്രികനായി ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നത്. മാധുവിന്റെ കമന്റ് ബോക്സ് നോക്കാം, മാതൃഭൂമിയുടെ കമന്റ് ബോക്സ് നോക്കാം, എല്ലാ ചാനലിലെ എല്ലാ കമന്റ് ബോക്സും നോക്കാം. 99.99% ആൾക്കാരും ഞാനടക്കമുള്ള സാധാരണക്കാർ പറയുന്നതിനോടൊപ്പമാണ്. അപ്പൊ അവിടെയാണ് ബോച്ചയ്ക്ക് ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബോച്ചയ്ക്ക് ജാമ്യം കിട്ടണമാണ്. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. ബെയിൽ എന്നുള്ളതാണ് റൂള്, ജയിൽ എന്നുള്ളത് എക്സെപ്ഷൻ ആണ്. 1 മിനിറ്റിന്റെ തമാശ പറഞ്ഞുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് പറയുന്നത് അന്യായമാണ്. 1 മിനിറ്റിലെ ഒരു തമാശ പറഞ്ഞു, തമാശ തെറ്റി, ദ്വയാർത്ഥം തെറ്റി, സംശയമില്ല. പക്ഷെ അതുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് നമ്മുടെ ഹണി റോസും കൂടെ ചിന്തിക്കണം. ഹണി റോസ് ഒരു കലാകാരിയാണ്, അതിന്റെ വിശാല മനസ്കത കാണിക്കണം. ലീഗൽ സ്ട്രാറ്റജി ഒക്കെ രാമപിള്ള സാർ തീരുമാനിക്കും, അത് കോടതി ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന് നല്ലത് ഒരു സമവായ കാര്യം കൂടി പറഞ്ഞിട്ടെങ്കിൽ ഈ ലെക്ചർ അവസാനിപ്പിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാമെന്ന് തോന്നുന്നു. കാരണം അങ്ങ് തന്നെ അങ്ങയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. അവർ ചെയ്തത് ഒരു നിയമ പോരാട്ടമാണ്. ബോച്ചെ ഇത്തരക്കാരനാണെന്ന് ആരോപിച്ച് രംഗത്ത് വരികയല്ല ചെയ്തത്, അവർ കേസ് കൊടുക്കുക അടക്കമാണ് ചെയ്തത്. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമ്മുടെ നിയമം, അഭിഭാഷകൻ കൂടിയാണല്ലോ, നമുക്ക് തരുന്നത്? അവരിട്ട വസ്ത്രത്തെ, അവർ പെരുമാറുന്ന രീതിയെ ഒക്കെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമ്മുടെ നിയമത്തിലുള്ളത്? ഇനി സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന മഹാന്മാർ ആരൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞല്ലോ, മാതൃഭൂമി ന്യൂസിന് താഴെ അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ കയറി നോക്കണമെന്ന്. അങ്ങനെ കമന്റ് ബോക്സ് കണ്ട് കണ്ണീര് കൊണ്ടിരുന്ന ഒരുപാട് ചരിത്രം കേരളത്തിലെ നേരത്തെ ശ്രീ പ്രമോദ് പുഴങ്കര പറഞ്ഞതുപോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കമുണ്ട്. ഈ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കാൻ പോലും സാധിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം പോലും ഇല്ലാതെ ഉരുകി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വിധിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് അങ്ങനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് അധികാരമായി പറയാൻ അങ്ങനെ ഒരു നിയമം രാജ്യത്തിൽ 1 മിനിറ്റ് അങ്ങേക്കുമുണ്ടല്ലോ ലെക്ചർ കേൾക്കാനുള്ള ക്ഷമ. ഞാൻ അതിനെയും ബഹുമാനിക്കുന്നു. ഇനി
90% മാധ്യമങ്ങൾ ബോച്ചയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയാൻ എളുപ്പമായിരിക്കും. കാരണം കേരളത്തിലൊരു 10-15 വാർത്താ ചാനലുകളൊക്കെ ആണല്ലോ ഉള്ളത്. നമുക്കൊരു ശതമാന കണക്ക് കൂട്ടാൻ അവരുടെ ഒരു വൈകുന്നേരത്തെ ചർച്ച നോക്കിയാൽ സാധിക്കും. കേരളത്തിലെ 99% പേര് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബോച്ചയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയാനുള്ള സർവേ എവിടെയാണ് നടത്തിയത് എന്ന് എനിക്കറിയില്ല. കാരണം കൈപ്പത്തി കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന ചാനലുകൾക്ക് നമുക്ക് സർവേ എടുക്കാം, പെട്ടെന്ന് സാധിക്കും, നിലപാട് വ്യക്തവുമാണല്ലോ. പക്ഷേ കേരളത്തിലെ 99% ആളുകൾ നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നറിയാൻ നിങ്ങളെടുത്ത സാമ്പിൾ എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കേരളീയ സംസ്ഥാനത്തിന്റെ പൊതുബോധം ഇതാണെന്ന് പറയാനുള്ള എന്ത് സർവേ ഫലമാണ് അങ്ങയുടെ കയ്യിലുള്ളത് എന്നതും എനിക്ക് വ്യക്തമല്ല. കേരളത്തിലെ പൊതുബോധം ഇന്നതാണെന്ന് നിങ്ങൾ പറയുന്നിടത്ത് വന്ന് നിൽക്കോ? ഇനി പെട്ടെന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒന്ന്, ആ പൊതുബോധം എന്താണെന്നും പൊതുമനസ് എന്താണെന്നും എല്ലാ ചാനലിന്റെയും താഴെ വരുന്ന കമന്റ് നോക്കിയാൽ മതി. രണ്ടിനി നമുക്ക് ചോദിച്ച ആദ്യത്തെ ചോദ്യം വലിയ ചോദ്യം ആയതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് വിട്ടുപോയത്. ബോച്ചെ ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല. ഇനി രണ്ട്, ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ആരാണ് അധികാരം തരുന്നതെന്ന്. ബോച്ചെ ഓഡിറ്റ് ചെയ്യാൻ അങ്ങേക്ക് അധികാരം തരുന്നത് പോലെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ താഴെ വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്ന ക്ലോസ് ആണ് എനിക്ക് തരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിട്ടുള്ള ഡീസൻസി വേണം, മാന്യത വേണം. ഞാൻ ഇവിടെ ഈ നേരം അത്രയും ഉന്നയിച്ചത് ചോദ്യങ്ങൾ മാത്രമാണ്. ഇതിൽ എന്റേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. മറിച്ചാണെങ്കിൽ എല്ലാവരോടും ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഇന്നത്തെ ഇൻട്രോ പോലും അല്ലെങ്കിൽ വളരെ വികാരാവേശത്തോടു കൂടി എഴുതി വെക്കാൻ കഴിയും, എനിക്കത് സാധിക്കുകയും ചെയ്യും വ്യക്തിപരമായി പോലും. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് പലപ്പോഴും ഞാൻ ആവർത്തിച്ചുമുണ്ട്. അപ്പോ ഇത് എവിടെയാണ് ബോച്ചയെ സോഷ്യൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഒരു കേസ് നിയമത്തിന്റെ പരിധിയിലാണ്. അവിടെ നിന്നുകൊണ്ട് കയറി കമന്റ് പറയാനുള്ള ബുദ്ധിശൂന്യതയൊന്നും എനിക്കില്ല ശ്രീ രാഹുൽ ഈശ്വർ. സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്തോളന്നേ. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അഭിപ്രായം ചോദ്യങ്ങൾക്ക് മറുപടിയായി. പക്ഷെ നോക്കൂ, ഞാൻ ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. ഇനി സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങ് പറയുന്ന ജനങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. പക്ഷെ അത് വെട്ടിക്കീറലും കുത്തിപ്പറിക്കലും ആകുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ഒറ്റ വരിയിൽ മാത്രം മറുപടി നിർത്താം, ബാക്കിയും ഗസ്റ്റ് കാണുമല്ലോ. അതായത് ഈ അസഭ്യമായ കമന്റും മറ്റും മാധു കേൾക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നതിൽ ഏറ്റവും ചീത്ത കേട്ട വ്യക്തി ഞാനായിരിക്കും. മാധുവിനോട് എനിക്ക് പറയാനുള്ളത് എന്നോടോ ബാല എന്ന മമ്മൂട്ടിയുടെ ഡയലോഗാണ്. ഏറ്റവും കൂടുതൽ എങ്ങനെ ചീത്ത കേൾക്കുന്ന എനിക്കാണ്. അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും. ഈ വിഷയത്തിൽ എല്ലാവരും ഒന്നാണെങ്കിലും ബാക്കി പല വിഷയങ്ങളിലും ചീത്ത കേൾക്കാറുണ്ട്. ന്യൂസ് ചാനലിന് താഴെ വരുന്ന കമന്റ് നോക്കി കേരളത്തിന്റെ പൊതുബോധം ഞാൻ തീരുമാനിച്ചു എന്നൊന്നും പറഞ്ഞു വെക്കലെന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ.